നമ്മൾ കുറച്ചൊരു സങ്കടത്തിലൊക്കെയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പയ്മ ഇന്ന് നമ്മളെ വിട്ടുപോവാണ്. എന്നാൽ കുറച്ചൊരു സന്തോഷമുണ്ട്. കാരണം ഇവനെ കൊണ്ടുവന്നത് വലിയൊരു പോണ്ടിലേക്കാണ്. അത് നമ്മുടെ അജ്മാൻ അക്വേറിയം വഴി തന്നെയാണ് ഇവനെ കൊണ്ടുവന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 തവണ പുറത്തേക്ക് ചാടി. ഇതുണ്ട്, ഇതിൻ്റെ മേലെ എന്തൊക്കെ സാധനങ്ങളാണ് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ കണ്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൻ്റെ മേലെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പുഷ്പം പോലെയാണ്. ഇതിൻ്റെ ഈ അക്വസ്റ്റബിൾ ടാങ്കാണിത്. അന്ന് ഈ ടാങ്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ടാങ്ക് തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഈ ടാങ്കിൻ്റെ മൂടി അടിച്ച് തെറിപ്പിച്ചാണ് ഇവൻ പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ ചാടിയതുകൊണ്ടായിട്ട് ഇവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ചാടുന്നത് സോഫയിലേക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയിലൊക്കെ ഇത് ഇടയിൽ ചാടിയത് രാത്രിയിലാണ്. അപ്പോൾ അന്ന് നമ്മൾ ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തേക്ക് കവറും കൊണ്ട് പോകുമ്പോഴാണ് സൗണ്ട് കേട്ടത്. 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കില്ലായിരുന്നു. നമ്മൾ ഇത് വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് തിരിച്ച് വന്ന് കിടന്നുറങ്ങിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവൻ ചാടി രാവിലെ ആകുമ്പോഴേക്ക് പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു റിസ്ക് ഇതിപ്പോൾ എങ്ങനെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചാലും റിസ്ക്കാണ്. പിന്നെ വേറെ വിദഗ്ധ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ വളരും തോറും നല്ല പവർഫുൾ മീനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് തന്നെ പൊളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ടാങ്ക് 160യുടെ ടാങ്കാണ്. നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു അരപ്പയ്മയ്ക്ക് 160യുടെ ടാങ്കൊന്നും പോരാ. സത്യമാണത്, 160യുടെ ടാങ്കൊന്നും അതിന് പോരാ. പിന്നെ നമുക്ക് നമ്മുടെ പോണ്ടോ ഇപ്പോൾ റിപ്പയറായി അത് കൊണ്ടുപോയി അതങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനെ തൽക്കാലം നമ്മുടെ തന്നെ ദുബായിലുള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. ഒരു പുള്ളിക്ക് വലിയ പോണ്ടുള്ള ഒരു പുള്ളിയുണ്ട്, അങ്ങോട്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവനവിടെ സുഖസുഭിക്ഷമായിട്ട് ജീവിക്കാം. അപ്പോൾ നമ്മുടെ പോണ്ട് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു സിമെൻറ്റ് പോണ്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞാൻ അന്ന് ഇടയിലൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ആ ബാക്ക് സൈഡിൽ ആ മുരിങ്ങ മരമൊക്കെ ഉള്ള സൈഡിൽ കുറച്ച് ലെങ്തി ആയിട്ടൊരു പോണ്ട് ഉണ്ടാക്കേണ്ട സെറ്റപ്പിലാണ് നമ്മളുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് അരപ്പയ്മയായിരിക്കും. പക്ഷേ ഇവനെ കിട്ടില്ല. ഇവനെ കൊണ്ടുപോയാൽ പിന്നെ അവർ തരില്ലല്ലോ. ഏതായാലും അതാണ് ഇന്നത്തെ ഒരു സങ്കട വാർത്ത. ഇനി എത്ര സബ്സ്ക്രൈബേഴ്സിനെ നമ്മളോട് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. കാരണം അന്ന് നമ്മുടെ സുൽത്താനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അതൊന്ന് പക്ഷേ ഒരു നല്ല ഹോബീസ്റ്റ് ആണെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഫിഷിൻ്റെ ഒരു സന്തോഷവും അവരുടെ ഹെൽത്തും എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അരപ്പയ്മ എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ട്രാവൽ ചെയ്യുന്ന മീനാണ്. ഈ ആമസോൺ നദികളിലും ഒക്കെ കിലോമീറ്ററുകളോളം ട്രാവൽ ചെയ്യുന്ന മീനാണ്. എന്നാൽ മാത്രമേ അവരുടെ എന്താ പറയുക പിന്നെ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത്, ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് പോവുള്ളൂ. കാരണം ധാരാളം കഴിക്കും. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കൊഴുപ്പടിഞ്ഞു കൂടി അങ്ങനെയാണ് ഇത് ഫൈനലി ചത്തു പോകുന്നത്. അരോണ അതെ, അരോണ നമ്മുടേത് പിന്നെയും ബെറ്ററാണ്. നമ്മൾ അത് വളരുന്നതിനടുക്കായിട്ട് ടാങ്ക് മാറ്റാമെന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഏതായാലും അപ്പോൾ ഇവനിപ്പോൾ നമ്മുടെ കയ്യിൽ 5 മാസമേ ആയിട്ടുള്ളൂ. 5 മാസം കൊണ്ട് ഇവൻ 5 ഇരട്ടിയല്ല അതിൽ കൂടുതൽ വളർന്നു. കണ്ടില്ലേ 5. അതുപോലെ ഇതിന് കളറില്ലല്ലോ എന്ന് ചിലരൊക്കെ പറയായിരുന്നു. കണ്ട നല്ല കളർ വരാൻ തുടങ്ങിയപ്പോൾ. അത് വേറൊരു സ്പീഷീസ് ആണെന്ന് ഇടയിൽ ഒരാൾ പറഞ്ഞായിരുന്നു. അത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അരപ്പയ്മ ജിഗാസ് എന്നുള്ള ഒരു സയൻറ്റിഫിക് നെയിമിലാണ് ഞാനിവനെ കൊണ്ടുവന്നത്. പക്ഷേ അതല്ല, വേറെയാണെന്ന് വേറൊരാൾ കമൻ്റ് ഇട്ടായിരുന്നു ഒരിക്കൽ. ആയിരിക്കാം. പക്ഷേ ഏതായാലും നമുക്ക് ഇവനെ അവർക്ക് കൊടുക്കാം. അവർക്ക് എന്നിട്ട് അവിടുന്ന് നമുക്ക് അവരോടൊരു വീഡിയോ അങ്ങനെ അയച്ചു തരാൻ പറയാം. ഓയ് നമ്മളെ ഒരു ഫിഷ് അവിടെ ബ്രീഡായി കിടക്കുന്നുണ്ട്. എന്താണ് പോളാർ ബ്ലൂ. അതിങ്ങനെ നോക്കുവാണ്. ഞാൻ ഇങ്ങനെ അനങ്ങുമ്പോൾ അതിന് കടിക്കാൻ വരും. അയ്യോ നിൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണ്ട, പോരെ, ഞാൻ കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ.
അവർ വരാറായിട്ടുണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം കുറക്കുവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ പിടിക്കാൻ കിട്ടില്ല, പുറത്തേക്ക് ചാടും. നമ്മളിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ എപ്പോൾ ചാടിയെന്ന് ചോദിച്ചാൽ മതി. അർപ്പേമനെ ഇപ്പോൾ കൊണ്ടുപോവേ. അർപ്പേമന വലിയ കുളത്തിലേക്ക് കൊണ്ടുപോവേ. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മോൺസ്റ്ററിനെ കൊണ്ടുവരാം, ചെറിയ മോൺസ്റ്റർ. Started to fall, and where were you? How could I know you were falling too? Grabbing the wind, cutting my skin, but it's hard because I'm falling.